24 ബ്രേക്കിംഗ് ലൈംഗിക അതിക്രമ കേസിൽ സംവിധായകൻ രഞ്ജിത്തിനെതിരെ തെളിവുകൾ ലഭിച്ചെന്ന് പ്രത്യേക അന്വേഷണ സംഘം. കേസിൽ അന്വേഷണം പൂർത്തിയായി. അതിജീവിതയെ രഞ്ജിത്ത് ഭീഷണിപ്പെടുത്തിയതായി വിവരമില്ല. രഞ്ജിത്തിനെ ഒളിവിൽ പോകാൻ നടൻ ബോബി കുര്യനും സഹസംവിധായക ശാലിയും സഹായിച്ചതിന് തെളിവില്ല എന്നുകൂടി പോലീസ് പറയുന്നു. വിവരങ്ങളുമായി വിഷ്ണു സുരേഷ് ചേരുന്നു. വിഷ്ണു, കുറ്റപത്രം അപ്പോൾ അതിന്റെ ഫൈനൽ ഘട്ടത്തിലായിരിക്കണം അല്ലേ? ഹാഷ്മി, മാർച്ച് 28-ാം തീയതിയാണ് നടൻ സംവിധായകൻ രഞ്ജിത്തിനെതിരെ ലൈംഗിക അതിക്രമവുമായി ബന്ധപ്പെട്ട് പരാതി കൊച്ചി സിറ്റി പോലീസ് ലഭിക്കുന്നത്. 30-ാം തീയതി കേസ് രജിസ്റ്റർ ചെയ്യുന്നു. പിന്നാലെ തന്നെ 2 ദിവസത്തിനകം രഞ്ജിത്തിനെ അറസ്റ്റ് ചെയ്യുന്നു. അതിനിപ്പോൾ അന്വേഷണം പൂർത്തിയായിട്ടുണ്ട് എന്നാണ് SIT വ്യക്തമാക്കുന്നത്. ശരവേഗത്തിൽ അന്വേഷണം പൂർത്തിയാക്കാൻ SITക്ക് സാധിച്ചു. കുറ്റപത്രം തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ ഉടൻ തന്നെ അടുത്ത മാസം ആദ്യം തന്നെ കുറ്റപത്രം സമർപ്പിക്കാനുള്ള നടപടിയിലേക്ക് SIT കടക്കും. രഞ്ജിത്തിനെതിരെ ഈ ലൈംഗിക അതിക്രമവുമായി ബന്ധപ്പെട്ട് തെളിവുകളുണ്ട് എന്ന നിലപാടിൽ തന്നെയാണ് SIT ഉള്ളത്. അതിൽ ചില മൊഴികൾ, അതോടൊപ്പം തന്നെ ശാസ്ത്രീയ സാങ്കേതിക തെളിവുകൾ ഒക്കെ കോടതിയിൽ ഹാജരാക്കാനാകും എന്ന പ്രതീക്ഷയാണ് അന്വേഷണ സംഘം പങ്കുവെക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, ഈ അതിജീവിതയെ കേസ് എടുത്ത ശേഷം ഒരു തരത്തിലുള്ള ഭീഷണിപ്പെടുത്തലും രഞ്ജിത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. അതുമായി ബന്ധപ്പെട്ട് ഇതുവരെ തെളിവുകൾ ലഭിച്ചിട്ടില്ലെന്നും അന്വേഷണ സംഘം വ്യക്തമാക്കുന്നുണ്ട്. മറ്റൊന്ന്, ഈ രഞ്ജിത്ത് തൊടുപുഴയിൽ വെച്ചാണ് പിടിയിലാവുന്നത്. പിടിയിലാകുന്ന ഘട്ടത്തിൽ ആ വാഹനത്തിനകത്ത് ബോബി കുര്യൻ എന്ന നടനും അതോടൊപ്പം സഹസംവിധായക ശാലിനിയും ഉണ്ടായിരുന്നു. ഇവർ രഞ്ജിത്തിനെ ഒളിവിൽ പോകാൻ സഹായിച്ചു എന്നൊരു വിലയിരുത്തൽ അന്വേഷണ സംഘത്തിന് ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നു. പിന്നീട് ഇവരെ വിശദമായി ചോദ്യം ചെയ്തു. പക്ഷേ അത്തരത്തിലൊരു സഹായം ഇവർ ചെയ്തു നൽകിയിട്ടില്ല എന്നാണ് നിലവിൽ അന്വേഷണ സംഘം വിലയിരുത്തുന്നത്. ആ ഒരു പശ്ചാത്തലത്തിൽ ഹാർബറിംഗ് അടക്കമുള്ള വകുപ്പുകൾ ചുമത്തേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്ക് അന്വേഷണ സംഘം എത്തുകയാണ്. മറ്റൊന്ന്, കേസുമായി ബന്ധപ്പെട്ട് രഞ്ജിത്ത് കോടതിയെ വീണ്ടും സമീപിക്കാൻ പോകുന്നു. രഞ്ജിത്തിന് കർശന ഉപാധികളോടുകൂടിയാണ് ജാമ്യം അനുവദിച്ചത്. പ്രത്യേകിച്ച് എറണാകുളം ജില്ല വിട്ട് പുറത്തു പോകരുത്, എല്ലാ തിങ്കളാഴ്ചയും എറണാകുളത്തെ പോലീസ് സ്റ്റേഷനിലെത്തി ഒപ്പിടണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആ ജാമ്യാവസ്ഥയിൽ പറഞ്ഞിരുന്നു. അതിലെല്ലാം ഇളവ് തേടിക്കൊണ്ട് രഞ്ജിത്ത് വീണ്ടും കോടതിയെ സമീപിക്കാനുള്ള നീക്കത്തിലാണ്. ഒരുപക്ഷെ നാളെ എറണാകുളം സെഷൻസ് കോടതിയിൽ ഒരു ജാമ്യ വ്യവസ്ഥയിൽ ഇളവ് തേടിക്കൊണ്ട് ഹർജി സമർപ്പിക്കും. പ്രത്യേകിച്ച് എറണാകുളം ജില്ല വിട്ട് പുറത്തേക്ക് പോകണം, കോഴിക്കോട് പോകണം, ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ, റൊട്ടീൻ ചെക്കപ്പ് എടുക്കേണ്ട കാര്യമുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉന്നയിച്ചായിരിക്കും ഈ ജാമ്യ വ്യവസ്ഥയിൽ ഇളവ് തേടിയുള്ള ഹർജി സമർപ്പിക്കുക. എന്തായാലും എത്രയും പെട്ടെന്ന് അന്വേഷണം പൂർത്തിയാക്കാൻ സാധിച്ചു എന്നുള്ളത് SIT വളരെ കൃത്യമായി ഇടപെട്ടിട്ടുണ്ട്. ഇനി കുറ്റപത്രം എത്രത്തോളം കൃത്യമായിരിക്കും എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയമായി നോക്കിക്കാണുന്നത്. ഹാഷ്മി, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.